ആദ്യമായി ബാംഗ്ലൂരിൽ ഊബർ ഇടാൻ വരുന്ന ആൾക്കാർക്കും ഇപ്പൊ വന്ന് ജോയിൻ ചെയ്ത ആൾക്കാർക്കും വരാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അതായത് നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും, ഉറക്കത്തിന്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ബ്ലോക്കും കാര്യങ്ങളും ചൂടും എല്ലാം കൂടെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം തള്ളി നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ പൈസകളൊക്കെ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. കാര്യം നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് ഞാൻ ഇടുന്നത്. അല്ലാതെ ഒരുപാട് സമ്പാദ്യമുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ തോട്ടങ്ങൾ വാങ്ങിച്ചു വെച്ചു, ഇനി പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടു, പിന്നെ അതിന് പുറമെ കുറച്ചോളം പൈസ ഒരുപാട് ഉണ്ടാക്കാം, ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് നോക്കി ബാംഗ്ലൂരാണെന്ന് കണ്ടുപിടിച്ച് ബാംഗ്ലൂരിലേക്ക് വന്ന് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. അതിന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല ഇവിടുത്തെ ബ്ലോക്ക്. എന്തായാലും ഇന്ത്യയിൽ ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ബാംഗ്ലൂര്. ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഉള്ളതിൽ. ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും കണ്ട രീതിക്കുള്ള ബ്ലോക്കേ ആയിരിക്കില്ല. കാര്യം 1/2 കിലോമീറ്റർ പോകാനൊക്കെ 1/2 മണിക്കൂർ 1 മണിക്കൂറിന്റെ അടുത്തൊക്കെ ചില സമയങ്ങളിൽ പിടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് വരിക. തുടക്കക്കാർ 2 മാസമെങ്കിലും കഷ്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മുട്ടുവേദന, ഷോൾഡർ വേദന ഒക്കെ നല്ല രീതിക്കുണ്ടാവും. ഉറക്കം, വാഹനത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് ഹെഡ് പെയിന് കാര്യങ്ങൾ, ഷോൾഡർ പെയിൻ എല്ലാം ഉണ്ടാവും. ഭക്ഷണം കറക്റ്റ് സമയത്തല്ലാത്തതുകൊണ്ട് നല്ല ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിനൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഉറക്കം കറക്റ്റ് ആയിരിക്കും. ഫുഡ് അവിടെ നിന്ന് തന്നെ റെഡി കറക്റ്റ് ആയി പോവാം. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാത്ത പക്ഷം ഇതേപോലെ വേദനയും കാര്യങ്ങളും എല്ലാം സഹിക്കേണ്ടി വരും. പിന്നെ അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പോകുന്ന 2 മാസം കഴിഞ്ഞാൽ മാത്രം നമ്മൾ പോകുന്ന ട്രിപ്പുകളെല്ലാം നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കും. അതായത് 2 മാസം നമ്മുടെ കഷ്ടപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ ഏരിയകളിലാണ് ബ്ലോക്ക് ഉള്ളത്, ഏതൊക്കെയാണ് മാർക്കറ്റ് ഏരിയ, ഏതൊക്കെയാണ് ടൗൺ ഏരിയ എന്നൊക്കെ നമുക്കൊരു ഐഡിയപരമായിട്ടുള്ളൊരു ഇത് കിട്ടും. നമുക്ക് മനസ്സിലാവും. കാര്യം അത്രയും നാൾ നമ്മൾ ഓടിയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പൊ അങ്ങോട്ടുള്ള ട്രിപ്പുകളൊന്നും നമ്മൾ മാക്സിമം എടുക്കൂല, എല്ലാം നമ്മൾ ഒഴിവാക്കി വിടും. അപ്പൊ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല. ചിക്പേട്ട് മാർക്കറ്റിന്റെ ഉള്ളിലൊക്കെ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ ഓടിപ്പോയി എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വേണ്ടി പെടുന്ന പാട് നല്ല കഷ്ടപ്പാടായിരിക്കും. അതുപോലെ തന്നെ പാളയ മാർക്കറ്റിലൊക്കെ നല്ല കഷ്ടപ്പാടായിരിക്കും. അതിന്റെ ഉള്ളിലൊക്കെ ആദ്യമായിട്ട് ചെന്ന് കയറുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടുപോകും. പിന്നെ എയർപോർട്ടിൽ നിന്ന് ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, എങ്ങനെയാണ് ട്രിപ്പ് എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ ഒരുപാട് ചുറ്റേണ്ടി വരും. പിന്നെ പാലത്തിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടേക്കോട്ടൊക്കെ ഒന്ന് വഴി തെറ്റിക്കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം യൂടേൺ അടിക്കാൻ വേണ്ടി ഓടേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ തുടക്കക്കാർക്കുണ്ടാവും. അതൊക്കെ തള്ളി നീക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഇവിടെ ഈ പറയുന്ന ഈ പൈസ ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. തുടക്കത്തിലൊക്കെ ചിലപ്പം 2-3 ദിവസം 5000-ന് 6000-നൊക്കെ ഓടാൻ പറ്റിയെന്ന് സാധിച്ചെന്നിരിക്കും. പക്ഷെ എങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ സാധിക്കണമെന്നില്ല. ഇന്നൊരു ദിവസം 17 മണിക്കൂറും 18 മണിക്കൂറൊക്കെ വണ്ടി എടുത്ത് ഓടിയിട്ട് ഒരു 7000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ ഹാപ്പി ആയി കിടന്നിട്ട് കഴിയില്ല. കാര്യം അടുത്ത ദിവസവും നമുക്ക് ഓടി ഇതേ പൈസ ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം ടൈം കറക്റ്റ് തർത്തീബ് ചെയ്ത് ഇങ്ങനെ അതായത് ലെവലാക്കി നമുക്ക് എന്ത് ചെയ്യുന്നു ഓടാൻ. അപ്പോൾ അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യമൊക്കെ നമ്മൾ കറക്റ്റ് നമ്മളാണ്. ഇനി അടുത്ത ട്രിപ്പ് എടുക്കണോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് കസ്റ്റമർ അല്ല. നമുക്ക് വേണമെങ്കിൽ ആ ട്രിപ്പ് എടുക്കണ്ട, നമുക്ക് വണ്ടി നിർത്തുക, അടുത്ത ഹോട്ടലിൽ കയറുക, ഭക്ഷണം കഴിക്കുക. നമ്മുടെ ഫുഡ് നമ്മളെ ടൈമിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയാനുള്ള കാരണം സുഖമുള്ള പണിയാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഈ കഷ്ടപ്പാട് കാണുമ്പോൾ പറ്റൂല എന്നും പറഞ്ഞ് നിർത്തിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരുണ്ട്. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന്, ഒരുപാട് പേര് ജോയിൻ ചെയ്ത്, ഒരുപാട് പേര് നല്ലപോലെ നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ നിർത്തി പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഞാൻ പറയലുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടുണ്ടാവും. ഭക്ഷണത്തിന്റെ, റൂമിന്റെ, ഉറക്കത്തിന്റെ, ഹെഡ് പെയിന്, പിന്നെ ചൂട് കാലാവസ്ഥ എല്ലാം ഉണ്ടാവും. തുടക്കത്തിൽ തന്നെ വേഗനാർ വണ്ടി എടുക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാരണം. നിങ്ങൾ വേഗനാർ വണ്ടി എടുത്ത് ഓടി നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ ഒന്ന് ഓടി നോക്കുക. പറ്റുമെങ്കിൽ മാത്രം സ്വിഫ്റ്റ് എടുക്കുക. അങ്ങനെ സ്വിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്വിഫ്റ്റിലേക്ക് മാറാൻ സാധിക്കും. അവിടെ സ്വിഫ്റ്റ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ചെറിയ കമ്പനിയല്ല, അത്യാവശ്യം നല്ല ഏതെങ്കിലുമൊക്കെ ഫ്ലീറ്റുകളെ കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാവർക്കും കൊടുക്കുന്നത്. ചെറിയ ഫ്ലീറ്റുകളുടെ ഡീറ്റെയിൽസ് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ പല രീതിക്കായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ഫ്ലീറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്തത്.
അപ്പോൾ വലിയ ഫ്ലീറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കാരണം അത് നല്ല അത്യാവശ്യം നല്ല കമ്പനി ആയിരിക്കും. അതിന് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. മലയാളീസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവരുടെ അടുത്തൊക്കെ സംസാരിക്കാം. തമിഴ് അറിയാമെങ്കിൽ തമിഴ് സംസാരിക്കാം. ഹിന്ദി അറിയാവുന്ന ആൾക്കാരാണ് അത്യാവശ്യം ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ അവരുടെ അടുത്ത് ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കാം. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ മുന്നോട്ട് ഉന്തിത്തള്ളി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഏണിങ്സ് പിന്നീട് ഭാവിയിലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഡയറക്റ്റ് ഏതൊരു കമ്പനിയിലോ ഏതൊരു പണിക്കോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു പൈസ കിട്ടാൻ പോകുന്നില്ല. ഏത് കമ്പനി പോയാലും തുടക്കത്തിൽ ട്രെയിനിങ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുണ്ടാവും. പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാള് അതിനുള്ള വേറെ ഇതുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ എത്ര വേഗം പഠിച്ചെടുക്കുന്നോ അത്രയും വേഗം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ വലിയൊരു പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ ഈ വണ്ടി ഓടിക്കാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു MBBS കാരനോ അല്ലെങ്കിൽ MD BBA അങ്ങനെ LLB ഒന്നും പഠിച്ച ആൾക്കാരല്ല. ഒരു 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി പകുതിയിലോ പോയി നിർത്തിയ ആൾക്കാരോ അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പണിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സമ്പാദ്യം ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്നും പറഞ്ഞ് നിർത്തിപ്പോയിട്ടൊന്നും കാര്യമില്ല. അവർക്ക് പൈസ കൊടുക്കുക. 90 ദിവസം വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ 20,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 20,000 പോവും, 10,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10,000 പോവും. പിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 11,000 രൂപ കൊടുത്താൽ മതി. ഞാൻ നിൽക്കുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 11,000 രൂപ കൊടുത്താൽ മതി. 11,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1,000 രൂപ ഒരു പ്രോസസിംഗ് ഫീസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി 10,000 രൂപ 90 ദിവസം കഴിയും നമുക്ക് തിരിച്ചിട്ടും. ആഴ്ചയിൽ പൈസ കൊടുത്താൽ മതി. ഏത് നിമിഷം നമുക്ക് ലീവ് എടുത്ത് പോവാം. അങ്ങനത്തെ ഒരുപാട് ഉപകാരങ്ങളാണ് എന്റെ കമ്പനിയിലുള്ളത്. അത് ഞാൻ ഒരിക്കലും ഇതിനകത്തോടെ എന്ത് ചെയ്തില്ല, നിങ്ങൾ എവിടെ തന്നെ വരണമെന്ന് ഞാൻ എന്റെ ഇതിൽ ആരെടുത്ത് ഞാൻ നിർബന്ധിച്ചിട്ട് ആരെടുത്ത് പറയുകയോ ചെയ്തിട്ടില്ല. താല്പര്യമുള്ള ഇതിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ മാത്രം ഞാൻ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആരെയും ഇന്ന കമ്പനിയിലേക്ക് തന്നെ വരണമെന്ന് പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ജോലിയില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു സഹായം എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഊബറിൽ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പല വീഡിയോസിലും താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണുക. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴത്തെ വീഡിയോസുകളിൽ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, കയറി വരാൻ ശ്രമിക്കുക. അല്ലാതെ ഇവിടെ വന്ന് ഇത്ര രൂപ സമ്പാദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പിടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഊബർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഒക്കെ റെഡിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം താമസിക്കും. അപ്പൊ 2-3 ദിവസം പുറത്ത് നിൽക്കേണ്ടി വരും. പിന്നെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ പുറകെ കുറച്ച് ദിവസം പോകേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ആയിട്ട് നല്ലൊരു ചെലവാണ്. ചെറിയ പൈസയിലൊന്നും നിൽക്കില്ല. അപ്പൊ അതൊക്കെ കണക്കൂട്ടിയിട്ടാണ് പറയുന്നത്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അതിനുശേഷം മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടി വരാൻ ശ്രമിക്കുക. ഒരുപാട് കമ്പനികളുടെ നമ്പർ ഉണ്ട്. ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമ്പറും തരാം. അതിൽ വിളിച്ച് നിങ്ങളും സംസാരിച്ച് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക.